ലാസ്റ്റ് അടിച്ച് ഫിറ്റായി, ലാസ്റ്റ് കുഴപ്പമായി, അവസാനം അഡിക്റ്റായി, അവന് പിന്നെ നിക്കക്കള്ളിയില്ലാതെ വരും. അല്ല മനസ്സിലായി? പാവപ്പെട്ടവന് നേരാമണം ജീവിക്കുന്നതിന് വെള്ളം അടിപ്പിക്കാൻ സഹായിക്കില്ലേ? ഇല്ലേ? കേട്ടില്ലേ? പറയുന്നവരില്ലേ? ഒരു 90 അടിച്ചോ, ഒരു 60 അടിച്ചോളാൻ പറയുന്നവരില്ലേ? അതാണ് ഏറ്റവും വലിയ ഗുണം. ഈ ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഏത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ചോളൂ. അത് പതുക്കെ പോയി കഴിഞ്ഞ് കുറഞ്ഞു വരും. കൊളസ്ട്രോളൊന്നും മരുന്ന് കഴിക്കരുത്. സത്യത്തിൽ നിങ്ങൾ ഈ കൊളസ്ട്രോളിന്റെ വലിയ മണ്ടത്തിനാണെങ്കിൽ പണ്ട് 300 mg ആയിരുന്നു കൊളസ്ട്രോളിന്റെ മിനിമം. പിന്നെ ആളെ കിട്ടാൻ വന്നപ്പോ 250 ആക്കി. പിന്നെ ആള് കുറഞ്ഞപ്പോ 200 ആക്കി. ഇപ്പൊ 150, 195 ഇരിക്കുക റേഞ്ച്. ഇനി ആളെ കിട്ടാൻ വന്നു കഴിഞ്ഞാൽ ഇനിയും കുറയും. ഇത് സത്യസന്ധമായ കാര്യമാണ്. ആലോചിച്ചോ? പണ്ട് ഷുഗർ 140 ആയിരുന്നോ? ഇപ്പൊ 70 വന്ന് നിൽക്കുക. ഇപ്പൊ ആരെ പോയി ചെന്ന് ചെക്ക് ചെയ്താലും ബോർഡറിലാണ് തുടങ്ങിക്കോ. ഇതാണ് BP പറഞ്ഞ അതിന്. അത് പുളിഞ്ചിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ഇരുമ്പപ്പുളി. അത് നെല്ലി കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടെ അതിന്റെ കൂടെ ചേർത്ത് അത് മാത്രമേ ആശ്രയിച്ചുണ്ട്. ആ മീനെ കഴുകാനായിട്ട് എടുക്കുന്ന സാധനം പുളിഞ്ചിക്കാന്നാന്ന് പറയുന്നത്. ഇരുമ്പപ്പുളി എന്ന് പറയും ഞങ്ങൾ, ഇരുമ്പപ്പുളി അത് തന്നെ സാധനം. ഉരുട്ടത് ആ തടിയെ പിടിച്ച് കിടക്കുന്നത്. അത് തന്നെ പച്ചക്കളർ കഴുത്ത മഞ്ഞായിട്ട് അച്ചാറൊക്കെ ഇടുന്നത്. അതിന്റെ അച്ചാർ വീട്ടില് നല്ലോണം കാന്താരി മുളകും പിന്നെ വെളുത്തുള്ളിയും ഇട്ടിട്ട് വെച്ച് അച്ചാറായിട്ട് ഓരോന്നിന്റെ കൂടെ കൊണ്ട് കഴിച്ചാൽ തന്നെ നിങ്ങളുടെ ഈ കൊളസ്ട്രോൾ പോകും. ഇതൊക്കെ ആയിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നല്ലോ. അങ്ങനെ കഴിക്കും ജാതിപത്രി, അങ്ങനെ കഴിക്കും. കൂടുതലാവരുത്. ജാതിപത്രി കൂടുതലായി കഴിഞ്ഞാൽ ഒരു എരിച്ചിലുണ്ടാവും, അപ്പോഴേ കുറച്ചോണം കത്തും. ജാതിപത്രി വലിയ സാധനം, കുറച്ചേ കഴിക്കും. തിന്നില്ലേ നിങ്ങൾ? ഈ BP പറ്റിയോ കൊളസ്ട്രോളിനെ പറ്റി ഇതിനത് മതി. നിങ്ങളിട്ട് പുറകെ ഒന്നും പോണ്ട, ഒരു ചുക്കിന്റെയും പുറകെ പോണ്ട. ഈ BP എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പറഞ്ഞ് പഠിക്കെങ്കിൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇനി ഷുഗറിനെ പറ്റിയും BP പറ്റിയും നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിച്ചാൽ മാത്രമേ സംഗതി ശരിയാവുള്ളൂ. കൈമുട്ടിലെ ചൊറിച്ചിൽ അത് കുഴപ്പമില്ല. വയറിന്റെ അസുഖം, കറുത്ത പാടിന് എഴുതിക്കോളൂ. ഈ മുഖത്തുണ്ടാകുന്ന കറുത്ത പാട്, ഈ കഴുത്തേലുണ്ടാകുന്ന കറുത്ത പാട്, ഇവിടെ ഉണ്ടാകുന്നത് ആ ഉണ്ണുണ്ണി പോലുള്ളത് വേറെ. ഈ ഇവിടെ ഉണ്ടാകുന്ന കറുത്ത പാട് ചുണ്ടിന്റെ ആ അസുഖത്തിന് ഒരു കറുത്ത പാടിന് വേണ്ടിയിട്ട് അവരുടെ വയറിനാണ് കംപ്ലൈന്റ്. ആരായാലും ചുണ്ടിന്റെ കറുത്ത പാട് വരുന്നില്ലേ, അത് വയറിനാണ് കംപ്ലൈന്റ്. കാരണം അവരുടെ വായു പൊട്ടലുണ്ടാവുകയോ അല്ലെങ്കിൽ വായിൽ കുരുക്കളുണ്ടാവുകയോ വയറ് വേദന എടുക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം അറിയണം. അപ്പോഴാണ് മനസ്സിലാവുള്ളൂ അതെന്താ സംഭവം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നെ വിളിച്ചോളുക. ഓക്കെ. മുഖത്ത് മാത്രമല്ല, ഈ കറുത്ത പാട് എവിടെ കറുത്ത പാടുണ്ടാവുന്നു അവിടെ ഒന്ന് മനസ്സിലാക്കണം, ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്. അപ്പോഴാണ് ഈ കറുത്ത പാട് വരുന്നത്. അപ്പൊ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള വഴി സിമ്പിളാണ്. രക്തചന്ദനം, വയമ്പ്, മല്ലി നമ്മുടെ സാധാരണ മല്ലി, കസ്തൂരി മഞ്ഞൾ ഒരു കാരണവശാലും കടയിൽ നിന്ന് ആ കളർ ചേർത്തത് മേടിക്കരുത്. നമ്മുടെ വീട്ടിലെ ഇഷ്ടംപോലെ എവിടെ തോട്ടിൽ പോയി നോക്കിയാലും കാണാവുന്ന സാധനമാണ്. അത് പറിക്കുക, അരിയ, ചതഞ്ഞ് അങ്ങോട്ട് വെയിലത്തോട്ടേക്കുക. 2 ദിവസം കൊണ്ട് ഉണങ്ങി കൈ കിട്ടും. മറ്റവര് അതിനൊക്കെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുക്കുന്നുണ്ട് കെമിക്കലിനകത്ത്. ഇത് പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആയിപ്പോലോ തല. അഞ്ജനം എന്നാൽ എങ്ങനെ ഇരിക്കും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്നു. അല്ല ഒരിക്കലല്ല. കച്ചോലം ഇത്രയേ ഉള്ളൂ, കസ്തൂരി മഞ്ഞൾ ഇത്രയുള്ളൂ. കസ്തൂരി മഞ്ഞൾ മഞ്ഞാണ്. ഇത് കച്ചോലം സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന, എല്ലാവരും ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? വെള്ളം അടിച്ചിട്ട് മണം അടിക്കാതിരിക്കാണ്. എന്തോ അല്ല പൊങ്ങ് വരരുത്. അത് ഇവിടെ തന്നെ നിൽക്കും, ഇങ്ങനെ തന്നെ. കസ്തൂരി മഞ്ഞൾ നേരെ നിൽക്കല്ലോ. ഞാൻ വല്ല പറയുമ്പോ വയമ്പോ കസ്തൂരി മഞ്ഞൾ സമം എടുത്ത് അരയ്ക്കാം.
സാമം എടുത്ത് പൊടിച്ചു വെച്ചിട്ട് തുളസിയില നീരിനകത്ത് അരയ്ക്കണം. തുളസിയില അരയ്ക്കണം. അതിന് പിഴിഞ്ഞ നീരിനകത്ത് ഇത് അരയ്ക്കണം. അതിന്റെ മുഖത്തോ ഇവിടെയോ ഈ കറുത്ത പാടുള്ളിടത്തോ കുരുക്കളുള്ളത്തോ മുഹക്കുരു ഉള്ളിടത്ത് വരെ പരട്ടിക്കോളൂ. മുഹക്കുരു നേരെ ഒറ്റമൂല്യ. എന്നിട്ട് അതെ, ഇത് കൂടുതൽ പ്രശ്നമുണ്ട്. ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് ആ ഉണങ്ങുന്ന പരുവത്തിലാണെങ്കിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ ഒന്ന് എരിച്ചിലൊക്കെ ഉണ്ടാവും. 3-ാം ദിവസം ഇത് ഉണങ്ങി ചിക്കൻ ബോക്സ്. പിന്നെ അതല്ല ചിലർക്ക് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന കസ്തൂരി ഇത് കിട്ടുന്നില്ല, ഫംഗസിന്റെയും ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പഴയ 2 ദിവസം പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് അരച്ചാലും മതി. പഴയ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ. അപ്പൊ തുളസിയില വേണം. തുളസിയിലയാണ് നല്ലത്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. യൂറിക് ആസിഡിനെ പറ്റി സംസാരിക്കുമ്പോൾ എങ്ങനെ 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 ഞാൻ മനസ്സിലാവും. എനിക്ക് എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരാളെങ്കിലും ഞാൻ പറയുന്നതിനകത്ത് ഒരു കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ട് എന്നെ വിളിച്ച് പറയാം വൈദ്യുതി ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. എത്രയേ ഉള്ളൂ. ഇത് കച്ചവടമല്ല, അല്ല യാതൊരു വിധമായ ബിസിനസ് ടെക്നോളജി ഇല്ല ഇതിനകത്ത്. അറിയാം, അല്ല മനസ്സിലായ ഒരു വാല്യൂണ്ട്. അപ്പൊ നമുക്ക് യൂറിക് ആസിഡിനകത്തോട്ട് പോവാം. വേണ്ട, രണ്ടാമതൊരു കാര്യത്തിൽ ഇൻഫെക്ഷനകത്തോട്ട് പോകാം. ആദ്യം ഇൻഫെക്ഷൻ പറ്റുക. അപ്പൊ അത് എല്ലാമായിട്ട് കണക്റ്റഡ് ആയി വരും. യൂറിക് ആസിഡ് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് വരും. ഇൻഫെക്ഷൻ 5 ചെവിക്കകത്ത് പഴുപ്പ്, ചെവിക്കടി, തൊണ്ടവേദന, അമീബിക് ഡിസെൻട്രി, അപ്പൻഡിറ്റിസ്, ടിസ്റ്റുല, ഡിയോഡിനം, കിഡ്നിക് ഇൻഫെക്ഷൻ. ഇത്രയും പറയുന്ന ഇൻഫെക്ഷനാണ്. ചിലർക്ക് പാൻക്രിയാസിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവും. കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഇത്രയും ഇൻഫെക്ഷൻ പറയുന്നതിനകത്ത് ഇതെല്ലാം ഞങ്ങളുടെ ഭാഷയിൽ കൂടെ പറഞ്ഞ ഒരു രോഗമാണ്. ഇത്രയും ഇൻഫെക്ഷനാണ്. ഇതിന് ഇത്രയും അലോപ്പതിയിൽ ഓപ്പറേഷനേ ഉള്ളതാണ്. മനസ്സിലായി അല്ലേ? എല്ലാം അതിന് കൂവളത്തിന്റെ വേരയിലെ തൊലിയിട്ട് വെള്ളം തിളപ്പിച്ച് അങ്ങോട്ട് കുടിച്ചു നോക്കിക്ക് ഈ ഇൻഫെക്ഷനൊക്കെ പമ്പക്കരവുള്ളൂ. യൂറിക് ആസിഡ് വരാൻ പോകുന്നേ ഉള്ളൂ. യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് മൂത്രം അരിക്കുന്ന എവിടെയാ? മൂത്രം ഉണ്ടാവുന്ന എവിടെയാ? എന്നാലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ മൂത്രം ഉണ്ടാവുന്ന എവിടെയാണ്? ഒരിക്കലും അല്ല. ഒള്ളി കിഡ്നി അരിപ്പയാണ്. കിഡ്നിയിൽ ഒറ്റ ജോലിയേ ഉള്ളൂ. ഇത് പഠിച്ചെങ്കിലേ കാര്യം നടക്കുള്ളൂ. നമ്മുടെ കരളിനകത്താണ് യൂറിക് ആസിഡ് ഉണ്ടാവുന്നത്. കരളിനാണ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. അവിടെ വെച്ച യൂറിക് ആസിഡ് ആയിട്ട് അവനെ ബ്ലഡ് കയറ്റി വിട്ടിട്ട് അവനെ ബ്ലഡിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ കിഡ്നിയിലേക്ക് കൊണ്ട് എത്തിക്കും. ബ്ലഡ് ഒരു കിഡ്നിയിൽ ഒരു ദിവസം 850 ലിറ്റർ രക്തമാണ് കയറിപ്പോന്നെ. രണ്ട് കിഡ്നിയും കൂടെ 1700 ലിറ്റർ രക്തം ഈ കിഡ്നി കൂടെ ഓടുന്നുണ്ട്. അതിനകത്തു നിന്നാണ് ഗ്രാവിറ്റിയിൽ 750 മുതൽ 1.5 ലിറ്റർ വരെ മൂത്രം അരിച്ചെടുക്കുന്നത്. ഒരു കിഡ്നി 750 മില്ലി രക്തത്തിൽ നിന്ന് മൂത്രം അരിച്ചെടുക്കുന്നത്. ഒരു 150 ഗ്രാം വലിപ്പമുള്ള 150 ഗ്രാം തൂക്കമുള്ള ഒരു വൃക്കയ്ക്കകത്തുനിന്ന് 12 ലക്ഷത്തിൽ പരം നെഫ്രോൺസുകളാണ് ഇരിക്കുന്നത്. എത്രയാ? 12 ലക്ഷത്തിന് മേളിൽ നെഫ്രോൺസുകൾ, അരിപ്പകള് അടുക്കി അതിനെ ഇങ്ങനെ ഈ ഓരോരോ ജോയിന്റ് ആക്കി പല വലയായിട്ട് വെച്ച് കണക്ഷൻ ചെയ്ത് വലിയ ഇതാക്കിയിട്ട് കൊണ്ടുവന്ന് വെളിയിൽ കൊണ്ടാക്കിയിട്ട് അവിടുന്ന് ഒരു ട്യൂബ് ഉണ്ടാക്കി അതിനെ 2 കിഡ്നി കൂടെ മരുന്ന് ആ ട്യൂബിൽ കൂടെ കൊണ്ടുവന്ന് മൂത്രസഞ്ചി കൊണ്ടെത്തിക്കുന്നത്. രക്തത്തിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് അവിടെയാണ് വരുന്നത് നിങ്ങളുടെ ബേസിക് പ്രശ്നം വരുന്നത്. രക്തത്തിൽ നിന്ന് ഡയറക്റ്റ് മൂത്രം ആയിട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? അതിനു വേണ്ടിയിട്ടാണ് കരളിനകത്ത് അത് യൂറിക് ആസിഡ് ആക്കി മാറ്റുന്നത്. ഗ്രാവിറ്റിയിലെ വലിക്കാൻ പറ്റുള്ളൂ. അത് കണ്ടിട്ടുണ്ടോ എങ്ങനെയായിരിക്കുന്നത്? നെഫ്രോൺസുകൾ കണ്ടിട്ടുണ്ടോ? ഇല്ല.